إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. عباد الله أوصيكم أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. صدق الله العلي العظيم. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് അവന്റെ മാർഗനിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും ഒക്കെ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ പാകപ്പിഴവുകൾ, പോരായ്മകൾ റബ്ബ് മഹത്തായ ഫള് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സത്യവിശ്വാസി വിശ്വാസിനികളെ, കഴിഞ്ഞ ആഴ്ചകളിലായി ഹിജറയെ കുറിച്ചും ഹിജറയുടെ പ്രാധാന്യത്തെക്കുറിച്ചും സമകാലിക സാഹചര്യത്തിൽ ഹിജറ എങ്ങനെയെല്ലാമാണ് നമുക്ക് പാഠമാകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഖുതുബയിലൂടെയും മറ്റു നസീഹത്തുകളിലൂടെയും നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ വർഷത്തേക്ക് കാലെടുത്ത് വെച്ച് തുടങ്ങുമ്പോൾ നമ്മളുടെ വ്യക്തിപരവും അതുപോലെ തന്നെ നമ്മുടെ സാമൂഹികവുമായ നമ്മുടെ ഇടപെടലുകളിലൊക്കെ നമ്മൾ തുടക്കത്തിൽ പുലർത്തിയ, സ്വീകരിച്ച ആ സൂക്ഷ്മതകളും അതുപോലെ തന്നെ ചില നിർദ്ദേശങ്ങളുമൊക്കെ അത് ക്രമപ്പെടുത്തി മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയുന്നുണ്ടോ എന്ന് വീണ്ടും വീണ്ടും ആത്മപരിശോധന നടത്തേണ്ട സന്ദർഭമാണ്. അങ്ങനെയുള്ള ഒരു മുന്നോട്ട് പോക്കിലൂടെ അല്ലാഹുവിന്റെ യഥാർത്ഥ മുത്തഖീങ്ങളായ വിശ്വാസികളായി നമുക്ക് എല്ലാവർക്കും ഉൾപ്പെടാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹിജ്റയുടെ പാഠങ്ങളിൽ നിന്ന് നമ്മളുടെ ജീവിതം എപ്പോഴും ശ്രദ്ധിക്കേണ്ട, അതല്ലെങ്കിൽ സൂക്ഷിക്കേണ്ട ചില തലങ്ങളെ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് ഇന്നത്തെ ഖുതുബയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുജനൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണെന്ന വിവരം മക്കയിൽ അറിയുകയാണ്. ഇവരിതാ ഓരോ ആളുകളായിട്ട് ഇങ്ങനെ ഹിജ്റ ചെയ്തു തുടങ്ങി. പ്രവാചകനും അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും വരുന്ന ദിവസങ്ങളിൽ ഹിജ്റ പോകാനിരിക്കുകയാണ്. അങ്ങനെ വിവരം അറിഞ്ഞ ഒരു സന്ദർഭത്തിൽ അമുസ്ലിമായ ഒരു വ്യക്തി, ഇബ്നു ദുഗ്ന എന്ന് പറയുന്ന ഒരു വ്യക്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, മിസ്ലുക ലാ തഖ്റുജ് വലാ തഖ്റുജ്, മിസ്ലുക ലാ തഖ്റുജ് വലാ തഖ്റുജ്. താങ്കളെ പോലുള്ള ആളുകൾ ഇവിടുന്ന് പുറത്തു പോകാനും പാടില്ല, പുറത്താക്കപ്പെടാനും പാടില്ല. അവിശ്വാസിയായ അമുസ്ലിമായ ഒരു വ്യക്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, താങ്കൾ ഹിജ്റ പോകുന്നു എന്ന വിവരം ഞാൻ അറിഞ്ഞു. താങ്കളെ പോലുള്ള ആളുകൾ ഇവിടുന്ന് ഒരു കാരണവശാലും പുറത്തു പോകരുത്, താങ്കളെ പോലുള്ള ആളുകളെ ഒരു കാരണവശാലും പുറത്താക്കപ്പെടാനും പാടില്ല. പ്രിയമുള്ളവരെ, ആ ഒരു വാക്കിൽ നിന്ന്, അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണത്തിൽ നിന്നുകൊണ്ട് തന്നെ എങ്ങനെയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിൽ ജീവിച്ചിരുന്നത് എന്നതും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഗുണങ്ങൾ എന്തെല്ലാം അർത്ഥത്തിൽ വിശ്വാസികൾക്കും അവിശ്വാസികളായ ആളുകൾക്കും ഒക്കെ അത് എത്തിയിരുന്നു എന്നതിനെ കുറിച്ച് നമുക്ക് വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലൂടെ നമുക്ക് കണ്ണോടിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ജീവിത ഗുണങ്ങളും മാതൃകകളും എല്ലാം സമ്മേളിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. എന്തായിരുന്നു? ഒരു വിശ്വാസിയായ ഒരു മനുഷ്യനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന എല്ലാ മാതൃകകളും ഒത്തുചേരുമ്പോൾ അവർക്ക് എത്തിച്ചേരാൻ കഴിയുന്ന പദവി എന്നതാണ് ഞാനും നിങ്ങളുമൊക്കെ ആലോചിക്കേണ്ട ഒരു കാര്യം. എനിക്കും നിങ്ങൾക്കുമൊക്കെ അത് കഴിയോ? അതല്ല, അത് ചില ആളുകൾക്ക് മാത്രം സംവരണം ചെയ്യപ്പെട്ട, കാണുമ്പോൾ കാഴ്ചയിൽ അങ്ങനെ ഒതുങ്ങിയ അല്ലെങ്കിൽ അങ്ങനെ ഒത്തിണങ്ങിയ ആളുകൾക്ക് മാത്രം നൽകപ്പെട്ട ഒരു പദവിയുടെ പേരാണോ? അതല്ല, എനിക്കും നിങ്ങൾക്കും ഒക്കെ കഴിയുന്ന ഒരു പദവിയുടെയും ഒരു ഉന്നതിയുടെയും ഒക്കെ പേരാണോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിചരണത്തിലൂടെ, സഹവാസത്തിലൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേടിയെടുത്തത് എന്നതാണ് നമ്മൾ ആ ഒരു പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, നമ്മളെല്ലാവരും വിശ്വാസികളാണ്. വിശ്വാസം അത് ഏറിയോ കുറഞ്ഞോ ഒക്കെ അളവിൽ എന്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സിൽ അതങ്ങനെ വന്ന് ഇറങ്ങിപ്പോയിക്കൊണ്ടേയിരിക്കുന്ന ആളുകളായിരിക്കും. വിശ്വാസികളാണ്. നിർബന്ധമായും നമ്മൾ നിർവഹിക്കപ്പെടണം എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു കുറവും വരുത്താതെ, ചില അശ്രദ്ധകൾ വരുത്തിയെങ്കിൽ അത് വളരെ പെട്ടെന്ന് പരിഹരിച്ച് വീണ്ടും മടങ്ങിയെത്തുന്ന ആളുകളാണ് എന്റെ മുന്നിൽ ഇരിക്കുന്ന എല്ലാ ആളുകളും. വിശ്വാസിയായ ആളുകൾക്ക് തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ എത്തിച്ചേരാൻ കഴിയുന്ന വലിയൊരു പദവിയെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവും വിശുദ്ധ ഖുർആനിലൂടെയും ധാരാളക്കണക്കിന് മാതൃകകളും അതുപോലെ തന്നെ പ്രത്യേകമായ സാഹചര്യങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. അതിന്റെ പേരാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇഹ്സാൻ എന്ന് പറയുന്ന ഒരു പദവി. നമ്മളെല്ലാവരും വിശ്വാസികളാണ്. മുഅ്മിനുകളായ നമ്മൾക്ക് മുഹ്സിനുകളായി കൂടി ജീവിക്കാൻ കഴിയുന്നുണ്ടോ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അത് ചില ആളുകൾക്ക് മാത്രം നേരത്തെ ഏർപ്പാടാക്കി കൊടുത്തതിന്റെ പേരല്ല, മറിച്ച് എനിക്കും നിങ്ങൾക്കുമൊക്കെ ജീവിതത്തിലൂടെ അള്ളാഹുവുമായിട്ടുള്ള അടുപ്പത്തിലൂടെ എനിക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നുണ്ടോ എന്നെടുത്താണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തെ എപ്പോഴും വിലയിരുത്തേണ്ടത് എന്നതാണ് ഞാൻ പറഞ്ഞു വന്നതിന് ചുരുക്കം. എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. ഒരു വിശ്വാസിയിൽ തഖ്വയുടെയും അതുപോലെ തന്നെ ഈമാനിന്റെയും ഇഖ്ലാസിന്റെയും ഗുണങ്ങൾ, 3 ഗുണങ്ങളും അത് ഒരുപോലെ സമ്മാനിച്ചാൽ ആ വ്യക്തിയിൽ സവിശേഷമായി എത്തിച്ചേരുന്ന ഒരു പദവിയുടെ പേരാണ് ഇഹ്സാൻ. അതല്ലെങ്കിൽ അത്തരക്കാർക്കാണ് മുഹ്സിനുകൾ എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ചില ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ നിന്ന് തന്നെ നമുക്ക് വിദൂരത്ത് നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സവിശേഷമായ ഒരു ജീവിതം അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനും വിശ്വാസിയാണ്, അവരും വിശ്വാസിയാണ്. പക്ഷെ എന്റെ ജീവിതത്തിൽ ഇല്ലാത്ത ചില ഗുണങ്ങൾ, ചില മാതൃകകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്തരക്കാർക്ക് നേടിയെടുക്കാൻ കഴിയുന്നതിന്റെ പേരാണ് ഇഹ്സാൻ എന്ന് പറയുന്ന പദവി എന്ന് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഇഹ്സാനെ കുറിച്ച്, അങ്ങനെ ഇഹ്സാൻ പുലർത്തുന്ന മുഹ്സിനുകളെ കുറിച്ച്, അവർക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളെ കുറിച്ച് ധാരാളമായി പ്രതിപാദിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അത്തരം മാതൃകകളെ കുറിച്ചും സവിശേഷമായിട്ടും
പഠിപ്പിച്ചു തരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, വഅഹ്സിനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. നിങ്ങൾ വിശ്വാസികളാകുന്നതോടൊപ്പം തന്നെ നിങ്ങൾ മുഹ്സിനുകളുമാവുക. കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹ്സിനുകളെ സവിശേഷമായി ഇഷ്ടപ്പെടുന്നുണ്ട്. അത്തരം മുഹ്സിനുകളുടെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സവിശേഷമായിട്ട് ഉണ്ടായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് പറയുന്നു, വ ഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. സവിശേഷമായി എടുത്തു പറയുകയാണ്. വിശ്വാസികളോടൊപ്പം തന്നെ മുഹ്സിനുകളോടൊപ്പം സവിശേഷമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് പറയുന്നുണ്ട് എന്താണ് മുഹ്സിനുകൾക്കുള്ള പ്രതിഫലത്തെ കുറിച്ച്. ഇങ്ങനെ ജീവിക്കുന്ന ആളുകൾക്കുള്ള, മുഹ്സിനുകളായ ആളുകൾക്കുള്ള പ്രതിഫലം എന്താണ്? ഹൽ ജസാഉൽ ഇഹ്സാനു ഇല്ലൽ ഇഹ്സാൻ. മുഹ്സിനുകൾക്ക് ഇഹ്സാൻ അല്ലാതെ മറ്റൊരു പ്രതിഫലവുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ മറ്റൊരിടത്ത് പറയുന്നു. അപ്പോൾ നമുക്കറിയാം, മുഹ്സിനുകളായി ജീവിച്ച ആളുകൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ സവിശേഷമായ ഒരു പദവിയും സ്ഥാനവും പ്രതിഫലവും ഉണ്ട്. എനിക്കും നിങ്ങൾക്കുമൊക്കെ എന്റെ ജീവിതത്തിലുടനീളം ഞാൻ ചിലവഴിക്കുന്ന രംഗങ്ങളിലൊക്കെ ഇഹ്സാൻ പുലർത്തിക്കൊണ്ട്, മുഹ്സിനായിക്കൊണ്ട് എന്റെ 24 മണിക്കൂറും എനിക്ക് ചെലവഴിക്കാൻ കഴിയുന്നുണ്ടോ എന്നിടത്താണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളുമൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ എത്രത്തോളം അതിൽ ഗൗരവത്തിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ നമുക്ക് കടന്നു വരിക. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചുകൂടി ലളിതമായി ഇഹ്സാനെ കുറിച്ച് പറഞ്ഞു തരുന്നതായിട്ട് കാണാൻ കഴിയും. അതിങ്ങനെയാണ്, അൽ ഇഹ്സാനു അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. നമ്മളൊക്കെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ എങ്ങനെ ഇബാദത്ത് ചെയ്യണം? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാണുന്നുണ്ട്, ഞാൻ അവനെ കാണുന്നില്ലെങ്കിലും എന്ന ബോധ്യത്തോടു കൂടി ഇബാദത്തുകൾ ചെയ്യുന്നതിന്റെ പേരാണ് ഇഹ്സാൻ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരുന്നതായിട്ട് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ കാണുന്നില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഞാൻ കാണുന്നില്ല, പക്ഷേ എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സദാ സമയവും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ബോധ്യത്തോടു കൂടി നമ്മുടെ ആരാധനാ കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോൾ, നമ്മളുടെ ജീവിതത്തിന്റെ സകലമാന മേഖലകളിൽ നമ്മൾ ഇടപെടുമ്പോൾ കർമ്മങ്ങളിൽ സവിശേഷമായ ഒരു ഭംഗിയും അടുക്കും ചിട്ടയും ഒരു ക്രമീകരണവും കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ അത് നിർവഹിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. അതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്നതായിട്ട് കാണുവാൻ കഴിയും. ഈ ഒരു ഹദീസ് തന്നെ ഒന്നും കൂടി ആഴത്തിൽ നമുക്ക് പഠിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ, നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ, 4 ഗുണങ്ങൾ ഒത്തിണങ്ങിയാൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ ഇഹ്സാനോടുകൂടി മുഹ്സിനുകളായി ജീവിതം നയിക്കുവാൻ കഴിയുമെന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പാപങ്ങളിൽ നിന്ന് മുക്തമായ ജീവിതം നയിക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ആലോചിച്ച് നോക്കൂ. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, അറിഞ്ഞും അറിയാതെയും ഒക്കെ എന്റെ ജീവിതത്തിൽ ഞാൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ. ഒന്നാലോചിച്ച് നോക്കൂ. എന്റെ ജീവിതത്തിൽ ഞാൻ ധാരാളക്കണക്കിന് പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടി ഞാൻ നിർവഹിക്കുന്ന പാപങ്ങൾ. പക്ഷെ ഒരു ലജ്ജയുമില്ലാതെ ഞാൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ വിശ്വാസിയാണെന്ന മേനി സ്വയം നടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അള്ളാഹു കണ്ടാലും കുഴപ്പമില്ല എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, വിശ്വാസം നമ്മളിൽ നിന്നും വഴിമാറി പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അവിടെയാണ് വിശ്വാസികൾക്ക് തന്നെ സവിശേഷമായി പാപങ്ങളിൽ നിന്ന് മുക്തമായ ജീവിതം നയിക്കുവാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളക്കണക്കിന് മാതൃകകളിലൂടെ, അതുപോലെ തന്നെ ചിട്ടകളിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരുന്നതായിട്ട് കാണാൻ കഴിയും. താബഈ പണ്ഡിതനായിരുന്ന ഇബ്രാഹിം അദ്ഹം എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് ഒരു സാധാരണക്കാരനായ ഒരാൾ കടന്നു വന്നിട്ട് പറയുകയാണ്, എനിക്ക് പാപത്തിൽ നിന്ന് മുക്തമായ ഒരു ജീവിതം നയിക്കാൻ കഴിയുന്നില്ല. പാപഭംഗിലമായി എന്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തെറ്റിൽ നിന്ന് മാറി നിന്നുകൊണ്ട് എനിക്ക് ജീവിതം നയിക്കാൻ കഴിയുന്നില്ല. അത് എങ്ങനെയാണ് പരിഹരിക്കപ്പെടുക? താങ്കൾ ഒരു വഴി പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ 5 നിബന്ധനകൾ പറഞ്ഞു തരാം. ആ 5 നിബന്ധനകൾ പൂർത്തീകരിച്ചാൽ എനിക്ക് പാപം ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ നിബന്ധന എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഒന്നാമത്തെ നിബന്ധന, അള്ളാഹു കാണാത്തൊരു സ്ഥലത്ത് പോയിട്ട് ആയിരിക്കണം നീ ആ പാപം ചെയ്യേണ്ടത്. അപ്പോൾ ഈ സാധാരണക്കാരനായ ആള് പറഞ്ഞു, അള്ളാഹു കാണാത്തതായി ഒരു സ്ഥലവും ഇല്ലല്ലോ, എല്ലാ സ്ഥലത്തും അള്ളാഹുവിന്റെ നോട്ടമുണ്ടല്ലോ. അപ്പോൾ ഈ താബഈ പണ്ഡിതൻ പറയുന്നത്, അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധ്യം നിനക്കുണ്ടായിരിക്കെ ഒരു ലജ്ജയുമില്ലാതെ എങ്ങനെയാണ് ആ പാപം ചെയ്യാൻ നിനക്ക് കഴിയുക? ആ ഒരു മറുപടിയിൽ നിന്ന് തന്നെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളുമൊക്കെ എന്തെല്ലാം അർത്ഥത്തിലുള്ള പാപങ്ങളിലാണ് എന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നിടത്തുള്ള ഗൗരവമായ ചില ആലോചനകൾ കടന്നു വരുമെന്ന് കാണാൻ കഴിയും. സമകാലിക സാഹചര്യത്തിൽ
ഒറ്റക്കായിരിക്കുന്ന ഘട്ടങ്ങൾ, സാഹചര്യങ്ങൾ, അവസരങ്ങൾ എന്ന് പറയുന്നത് വളരെ കൂടുതലായ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധ്യം എനിക്കുണ്ടായിരിക്കെ ഒരു ലജ്ജയുമില്ലാതെ എനിക്കെങ്ങനെയാണ് ആ പാപം ചെയ്യുവാൻ കഴിയുന്നത് എന്ന് സ്വന്തത്തോട് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, ആ നിമിഷത്തിൽ നിന്ന് തന്നെ നമുക്ക് വഴി നടന്ന് അള്ളാഹുവിലേക്ക് വഴി നടക്കാൻ നമുക്ക് കഴിയുന്നതായിട്ട് കാണാം. ഇങ്ങനെ പാപങ്ങളിൽ നിന്ന് മുക്തമായ ജീവിതം നയിക്കുക എന്നുള്ളതാണ് മുഹ്സിനുകളുടെ ജീവിതത്തിലെ ഗുണത്തിലെ ഒന്നാമത്തെ ഗുണമായി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്നതായിട്ട് കാണാൻ കഴിയും. ധാരാളക്കണക്കിന് ഉദാഹരണങ്ങൾ ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പെൺകുട്ടി തന്റെ മാതാവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഉമർ കാണില്ലെങ്കിലും അള്ളാഹു കാണുമല്ലോ. ഇങ്ങനെ ധാരാളക്കണക്കിന് മാതൃകകളും ഉദാഹരണങ്ങളും സംഭവങ്ങളും നമുക്ക് മുമ്പിലുണ്ട്. അള്ളാഹു കാണുമെന്ന ബോധ്യം എനിക്കുണ്ടെങ്കിൽ ഒരു ലജ്ജയുമില്ലാതെ എനിക്കെങ്ങനെയാണ് പാപങ്ങൾ നിർവഹിക്കാൻ കഴിയുക എന്നുള്ളിടത്താണ്, പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തെ വിശുദ്ധമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഒരു ഗൗരവപ്പെട്ട തലം ഉരുത്തിരിഞ്ഞു വരിക എന്ന് കാണുവാൻ കഴിയും. രണ്ടാമത്തെ മുഹ്സിനുകളുടെ ഗുണം എന്ന് പറയുന്നത് നന്മകളിലും സൽക്കർമ്മങ്ങളിലും അധികരിച്ചു മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളുമൊക്കെ വിശ്വാസികളാണ്. വിശ്വാസികൾക്ക് നിർബന്ധമായും അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മൾ നിർവഹിക്കുന്ന ആളുകളാണ്. പക്ഷെ മുഹ്സിനുകളായ ആളുകൾ നിർബന്ധമാക്കപ്പെട്ട കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി ജീവിക്കുന്ന ആളുകളായിരിക്കില്ല. എനിക്കും നിങ്ങൾക്കുമൊക്കെ അത്തരം സ്വഭാവമോ അത്തരം ഗുണമാണോ എന്റെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് എന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി. എന്റെ തിരക്ക്, എന്റെ ജോലി, കുടുംബം, നാട്, മറ്റു തിരക്കുകൾ. പക്ഷെ ആ നിർബന്ധമാക്കപ്പെട്ട കാര്യങ്ങൾക്കും പുറമെ സൽക്കർമ്മങ്ങളിലും ആരാധനകളിലും മുഴുകി ജീവിക്കുന്ന ആളുകൾ, ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങളിലൂടെ ആ കാര്യം അവസാനിപ്പിക്കാം. നമ്മളെല്ലാവരും 5 നേരത്തെ നമസ്കാരം നിർബന്ധമായി നിർവഹിക്കുന്ന ആളുകളാണ്. പക്ഷെ ചില ആളുകൾ സുന്നത്ത് നമസ്കാരം കൂടി നിർവഹിക്കാനുള്ള സമയം കണ്ടെത്തും. എത്ര സമയമില്ലെങ്കിലും സമയം കണ്ടെത്തും. ചില ആളുകളോ രാത്രിയുടെ അന്ത്യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് അതൊരു ശീലമാക്കി രാത്രിയിലെ അന്ത്യാമങ്ങളിൽ നമസ്കാരങ്ങളിലൂടെ അള്ളാഹുവുമായിട്ട് അടുക്കും. അതൊക്കെ എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധ്യമാകുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഞാനതത്ര ഗൗരവത്തിൽ ആ ഒരു വിഷയത്തെയും സാഹചര്യത്തെയും പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളിടത്താണ് ആ ഒരു ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുക. എല്ലാ ആളുകളും നമസ്കരിക്കുന്നതോടൊപ്പം തന്നെ ചില ആളുകൾ രാത്രിയുടെ അന്ത്യാമങ്ങളിൽ ഇരുന്ന് അള്ളാഹുവുമായിട്ട് പ്രത്യേകമായ സംഭാഷണം നടത്തുമ്പോൾ, പ്രിയമുള്ളവരെ, അത്തരക്കാർക്ക് എത്തിച്ചേരാൻ കഴിയുന്ന പദവിയുടെ പേരാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. നമസ്കരിക്കുന്നവരിൽ തന്നെ സവിശേഷമായി ചില നമസ്കാരങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ, പ്രാർത്ഥനകളിൽ തന്നെ സവിശേഷമായി പ്രാർത്ഥനകളിൽ ഏർപ്പെടുന്ന ആളുകൾ, ദാനധർമ്മങ്ങളിൽ തന്നെ സവിശേഷമായി ദാനധർമ്മങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ. ഇങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പരിശോധിച്ചാൽ നന്മകളിലും സൽക്കർമ്മങ്ങളിലും അതൊരു മത്സര ബുദ്ധിയോടുകൂടി അതൊരു സവിശേഷമായ ഒരു ഗുണമാക്കി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്കാണ് മുഹ്സിൻ എന്ന് പറയുന്ന പദവിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുക എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മൂന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് നമ്മൾ നിർവഹിക്കുന്ന കാര്യങ്ങൾ അത് ഒരു അടുക്കിലും ചിട്ടയിലും സൗന്ദര്യത്തിലും ക്രമത്തിലും നിർവഹിക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ ഒരു പക്ഷെ സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കുന്ന ആളുകളായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നിർവഹിക്കുന്ന കാര്യങ്ങൾ അത് കുറച്ചാണെങ്കിലും അത് ചിട്ടയോടുകൂടി തുടർച്ചയായി ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രോത്സാഹിപ്പിച്ചത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചാണെങ്കിലും അത് ഒരു തുടർച്ചയിൽ, ഒരു ഇടർച്ചയുമില്ലാതെ, ഒരു അവസാനവുമില്ലാതെ ക്രമമായി നിർവഹിക്കുന്ന കാര്യങ്ങളാണ് അള്ളാഹുവിന് ഇഷ്ടമെന്ന് പറഞ്ഞു കാണാൻ കഴിയും. ഏതെങ്കിലും ഒരു സമയത്ത് കുറച്ച് സുന്നത്ത് നമസ്കാരങ്ങളിലൂടെ ചെലവഴിക്കുന്ന ആളുകൾ അങ്ങനെയല്ല. ഏതെങ്കിലും ചില സമയങ്ങളിൽ മാത്രം ആവേശത്തോടുകൂടി നിർവഹിക്കുന്ന ആളുകൾ, അത്തരക്കാർക്ക് പ്രതിഫലമുണ്ട്. പക്ഷേ സവിശേഷമായി അള്ളാഹുവിന്റെ അടുക്കൽ മുഹ്സിൻ എന്ന് പറയുന്ന പദവി നേടിയെടുക്കണമെങ്കിൽ അത് ഒരുപക്ഷെ കുറച്ചാണെങ്കിലും ശരി, അതൊരു ക്രമത്തിലും ചിട്ടയിലും സൗന്ദര്യത്തിലും നിർവഹിക്കുമ്പോഴാണ് അതിനൊരു ഇഹ്സാൻ കൈവരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളുടെ ദൈനംദിന ജീവിതത്തിലുണ്ട്. നമ്മുടെ നാട്ടിൽ ഓട്ടോ ഓടിക്കുന്ന ആളുകളുണ്ട്, ഡോക്ടർമാരുണ്ട്, അധ്യാപകരുണ്ട്. എല്ലാ ആളുകളും ഒരുപക്ഷെ ഒരുപോലെ ഓട്ടോ ഓടിക്കുന്ന ആളുകളായിരിക്കും. പക്ഷെ ചില ആളുകളെ നമുക്ക് സവിശേഷമായി ഇഷ്ടമുണ്ടാവും. നമ്മൾ എല്ലാ സമയത്തും അയാൾ വിളിക്കും. എല്ലാവരും ഡോക്ടർമാർ ഒരേ മരുന്ന് കൊടുക്കുന്ന ആളുകളായിരിക്കും. പക്ഷെ ചില ഡോക്ടർമാരെ നമ്മളുടെ ഒരു പേഴ്സണൽ ഡോക്ടറെ നമ്മൾ പരിഗണിച്ചിട്ടുണ്ടാവും. എല്ലാ അധ്യാപകരും വിദ്യാർത്ഥികൾ ഒരുപോലെ ചിലപ്പോൾ പഠിപ്പിക്കുന്നുണ്ടാവും. ചില അധ്യാപകന്മാരെ നമുക്ക് സവിശേഷമായി ഇഷ്ടമുണ്ടാവും. കാരണം എന്താ? അവർ നിർവഹിക്കുന്ന അവരുടെ ഉത്തരവാദിത്വത്തിൽ അവർ സവിശേഷമായ ചില ഒരു സമർപ്പണം കൂടി നിർവഹിക്കുന്നുണ്ടാകും. ആളുകളുമായിട്ടുള്ള പെരുമാറ്റം, ഇടപഴകൽ, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരു സവിശേഷമായ ഒരു അടുപ്പത്തിലൂടെ അവരുടെ ജീവിതത്തിലെ ദൈനംദിനമായ മേഖലകളിൽ
ഒരു പ്രത്യേകമായ ഒരു സൗന്ദര്യം, ഒരു അടുക്കും ചിട്ടയും അത്തരം ആളുകൾ പുലർത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അത്തരക്കാർക്കാണ് ആ കഴിവിൽ, ആ ജോലിയിൽ ഒരു ഇഹ്സാനുള്ള ആളായി നമുക്ക് പരിഗണിക്കാൻ കഴിയുക. അങ്ങനെ ജീവിതത്തിന്റെ സകലമാന മേഖലകളിലും ഒരു പള്ളി വൃത്തിയാക്കുന്ന ഒരു ജോലി ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളത് കൃത്യമായി ഒരു അടുക്കിലും ചിട്ടയിലും നിർവഹിക്കുമ്പോൾ അതിനൊരു സവിശേഷമായ ഒരു ഗുണം കൈവരുന്നതായിട്ട് കാണാൻ കഴിയും. അതല്ല മറിച്ച് അതൊരു ചടങ്ങ് തീർക്കുന്നതിന് വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം നിർവഹിച്ചാൽ നമുക്കറിയാം അതിന് പ്രത്യേകമായ ഒരു ആവേശവും ഒരു ആത്മാവും ഒരു കാലത്ത് ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളുമൊക്കെ മനസ്സിലാക്കേണ്ടത് ആരാധനാ കർമ്മങ്ങളിൽ നിന്ന് തുടങ്ങി ദൈനംദിനമായ ജീവിതത്തിലും കുടുംബത്തിലും ആളുകളുമായിട്ടുള്ള പെരുമാറ്റത്തിലുമൊക്കെ ഒരു അടുക്കും ചിട്ടയും സൗന്ദര്യവും ക്രമവും ഒക്കെ ഉൾപ്പെടുത്തുവാൻ എനിക്കും നിങ്ങൾക്കും ഒക്കെ കഴിയുന്നുണ്ടെങ്കിൽ ഇഹ്സാൻ എന്ന് പറയുന്ന ഒരു ഗുണത്തിലേക്ക് നമ്മൾ ഇങ്ങനെ നടന്നെടുക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ നാലാമത്തെ സവിശേഷമായ ഒരു ഗുണമായി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ഹദീസിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത് നമ്മൾ നിർവഹിക്കുന്ന കാര്യങ്ങളിലെ അതിന്റെ പ്രീതി എന്ന് പറയുന്നത്, അതിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളായിരിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ അടുക്കും ചിട്ടയിലും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റാരെ കാണിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണെങ്കിൽ ഒന്ന് രണ്ടാളുകൾ കാണുന്നതിലൂടെ അതിന്റെ പ്രതിഫലവും അതിന്റെ റിസൾട്ടും അവസാനിക്കുന്നതായിട്ട് കാണാൻ കഴിയും. 5 നേരത്തെ നമസ്കാരം നമ്മൾ കൃത്യമായി പള്ളിയിൽ വന്ന് ജമാഅത്തായി നമസ്കരിക്കുന്നു. നാട്ടുകാർ അറിയണം എന്ന ഉദ്ദേശമാണെങ്കിൽ നാട്ടുകാർ കാണുന്നതിലൂടെ അതിന്റെ ഉദ്ദേശവും പ്രതിഫലവും അവസാനിച്ചു കഴിഞ്ഞു. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് പറഞ്ഞ കാര്യം എന്ന ബോധ്യത്തോടു കൂടി നമസ്കാരം മുതൽ നമ്മുടെ ഓരോ കർമ്മങ്ങളും നിർവഹിക്കുമ്പോൾ ആളുകൾ എനിക്ക് അവാർഡ് തന്നിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല, വാട്സപ്പിൽ ലൈക്ക് വന്നിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല, അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് സവിശേഷമായി അദ്ദേഹത്തെ ആദരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അള്ളാഹുവിന്റെ പ്രതിഫലവും അള്ളാഹുവിന്റെ പ്രീതിയും മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിർവഹിച്ച കാര്യം എന്നുള്ളവർക്ക് ഉറപ്പ് എന്ന് പറഞ്ഞാൽ അത് ഏതൊരു സംശയത്തിനിടയില്ലാതെ അള്ളാഹുവിൽ നിന്ന് ഉറപ്പായും എനിക്കതിന് പ്രതിഫലം ലഭിക്കും എന്ന ബോധ്യത്തോടു കൂടി നിർവഹിക്കുന്ന കാര്യമായിരിക്കും. അത്തരക്കാർക്ക് കൂടി എത്തിച്ചേരാൻ കഴിയുന്ന സവിശേഷമായ ഒരു പദവിയുടെ പേരാണ് മുഹ്സിൻ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. പാപങ്ങളിൽ നിന്ന് മുക്തമായ ജീവിതം, നന്മകളിലും സൽക്കർമ്മങ്ങളിലും സവിശേഷമായി മത്സരത്തോടുകൂടി മുന്നോട്ട് പോകൽ, അതുപോലെ തന്നെ ചെയ്യുന്ന കർമ്മങ്ങൾ സൗന്ദര്യത്തോടെയും ഒരു അടുക്കിലും ചിട്ടയിലും നിർവഹിക്കൽ, അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ നിർവഹിക്കുന്ന കർമ്മങ്ങൾ, ഇങ്ങനെയുള്ള ഒരു ഗുണത്തിലൂടെ പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കുമൊക്കെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള, അള്ളാഹുവിന് അടുക്കൽ സ്ഥാനമുള്ള വിശ്വാസികളെ തന്നെ ചില ആളുകൾക്ക് മാത്രം അലങ്കരിക്കാൻ കഴിയുന്ന മുഹ്സിൻ എന്ന് പറയുന്ന ഒരു ഗുണത്തിലേക്ക്, ഒരു വ്യക്തിത്വത്തിലേക്ക് എനിക്കും നിങ്ങൾക്കുമൊക്കെ എത്തിച്ചേരുവാൻ കഴിയും. അങ്ങനെ മുഹ്സിനുകളായി ജീവിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും അജ്മഈൻ. الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഒരിക്കൽ കൂടി പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് അവന്റെ മാർഗനിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശ്വാസികളായ എനിക്കും നിങ്ങൾക്കുമൊക്കെ പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വളരെ വലിയ ശ്രേഷ്ഠതയും പ്രതിഫലവുമുള്ള ഇഹ്സാൻ എന്ന് പറയുന്ന ഒരു ഗുണത്തിലേക്ക് നടന്നെടുക്കുവാൻ കഴിയും. അതിന് ഏതെല്ലാം അർത്ഥത്തിലുള്ള ക്രമീകരണങ്ങളും ശ്രദ്ധയുമൊക്കെയാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ പുലർത്തേണ്ടത് എന്ന കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. നമ്മളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും ഒക്കെ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ പാകപ്പിഴവുകൾ റബ്ബ് അവന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളായ എനിക്കും നിങ്ങൾക്കുമൊക്കെ മുത്തഖീങ്ങളിൽ സവിശേഷമായി പദവി അലങ്കരിക്കുന്ന മുഹ്സിനുകളുടെ കൂട്ടത്തിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നമ്മളുടെ ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ അള്ളാഹുവിലേക്ക് യാത്രയായി ധാരാളക്കണക്കിന് ആളുകളുണ്ട്. അള്ളാഹുവെ, അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ.
നാഥ, സാമ്പത്തികമായി ധാരാളക്കണക്കിന് പ്രയാസങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. കടബാധ്യത കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, അതുപോലെ തന്നെ നല്ല ജോലിക്കായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, ഇങ്ങനെ സാമ്പത്തികമായി ധാരാളക്കണക്കിന് ആശങ്കകളിൽ ജീവിക്കുന്ന ആളുകൾ, അള്ളാഹുവെ അവർക്ക് അവരുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഹൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങൾക്കിടയിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളക്കണക്കിന് ആളുകൾ, പള്ളിയിൽ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയാത്തതിനാൽ പള്ളിയിൽ എത്തിച്ചേരാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ആളുകൾ, കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത ആളുകൾ, അള്ളാഹുവെ ധാരാളക്കണക്കിന് ആളുകൾ, അവർക്ക് നീ പരിപൂർണമായ ശിഫയും സൗഖ്യവും നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്റെ മാർഗത്തിൽ എഴുന്നേറ്റ് നിന്നതിന്റെ ഫലമായി പ്രയാസങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന, പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളക്കണക്കിന് സഹോദരി സഹോദരന്മാരുണ്ട്. അവർക്ക് നീ ഇസ്തിഖാമത്ത് നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അവർക്കും ഞങ്ങൾക്കുമൊക്കെ ശാന്തിയിലും സമാധാനത്തിലും ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനുള്ള, അങ്ങനെ നിന്റെ തൗഹീദ് വിജയം കൺകുളിർക്കെ കാണുവാനുള്ള ഭാഗ്യം നൽകി ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വഖാലിയൽ ഹജാത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.